ഇന്ന് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ബാങ്ക് ചാർജസ് വിത്ത് GSTയോട് കൂടിയിട്ട് കാണിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരാളെ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് ചാർജസിന്റെ എൻട്രി എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യണത്. അപ്പോൾ ആ കമന്റ് ചെയ്ത ആൾക്ക് ഒരു പ്രത്യേക താങ്ക്സ് പറയണം. അപ്പോൾ എന്താണ് ബാങ്ക് ചാർജസ് എന്നുള്ളത് നോക്കാം. ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ മുകളിൽ ബാങ്ക് ചെറിയൊരു ചാർജ് ഈടാക്കും. ആ ചാർജിനെ പറയുന്നതാണ് ബാങ്ക് ചാർജസ് എന്നുള്ളത്. അപ്പോൾ അത് GSTയോട് കൂടിയിട്ട് അതിന്റെ മുകളിൽ GSTയും കൂടി ചാർജ് ചെയ്യും. അപ്പോൾ GSTയും കൂടി ചാർജ് ചെയ്തിട്ടുള്ള നെറ്റ് എമൗണ്ട് ആണ് ബാങ്ക് ചാർജസ് ആയിട്ട് വരിക. അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ബാങ്ക് ചാർജസ് വിത്ത് GST എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യും. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ മാത്രമാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ കിട്ടുള്ളൂ. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ബാങ്ക് ചാർജസ് വിത്ത് GST ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെഡ്ജേഴ്സ് ആദ്യം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബാങ്ക് ചാർജസിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിലായിട്ട് കമ്പനിയിൽ GST ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ GST ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കമ്പനിയിലാണ് പോകേണ്ടത്. ഇവിടെ കമ്പനി സെലക്ട് ചെയ്തെടുത്താൽ അതിൽ F11 ഫീച്ചറിലാണ് പോകേണ്ടത്. ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ഇവിടെ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് കാണും. അതിൽ GST S കൊടുത്തു. S കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. കമ്പനിയുടെ പേര്, ഇവിടെ സ്റ്റേറ്റ്, അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ, അതേപോലെ തന്നെ ഇയർ, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ വിൻഡോ സേവ് ചെയ്യാം. ഇപ്പോൾ കമ്പനിയിൽ GST ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ബാങ്ക് ചാർജസിന്റെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണും. ക്രിയേറ്റിൽ ലെഡ്ജറാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അതിൽ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം, ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജറിന്റെ പേര് കൊടുക്കാം. അണ്ടർ എന്നുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരു ചെലവാണ്, ബിസിനസിനെ സംബന്ധിച്ചോളം അതൊരു ചെലവാണ്. അതുകൊണ്ട് ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഈസ് GST അപ്ലിക്കബിൾ. എന്നുള്ളടത്ത് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു. അവിടെ എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് കാണിക്കും. ഇപ്പോൾ നമ്മളുടെ ബാങ്ക് നിൽക്കുന്നത് നമ്മളുടെ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ടാക്സബിളിലേക്കാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അതായത് നമ്മളുടെ ബാങ്ക് നമ്മുടെ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ടാക്സബിളിലേക്കാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അല്ല ഇനി നമ്മുടെ വേറെ സ്റ്റേറ്റിലേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ടാക്സബിൾ എന്നുള്ളതിലേക്കാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് പർച്ചേസ് ടാക്സബിളിലേക്കാണ് കൊടുക്കുന്നത്. പർച്ചേസ് ടാക്സബിൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ ടാക്സിന്റെ റേറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 18% കൊടുത്തു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് 9% സെൻട്രൽ ടാക്സും 9% സ്റ്റേറ്റ് ടാക്സും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് സർവീസസിലേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ ആ വിൻഡോ സേവ് ചെയ്തു. ഇനി നമുക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് വൗച്ചറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എസ്കേപ്പ് ചെയ്ത് പോയിട്ട് ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാങ്ക് ചാർജസിന്റെ എൻട്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് ചാർജസിന്റെ എൻട്രി നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് പർച്ചേസിലും ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് പേയ്മെന്റിലും ചെയ്യാം. അപ്പോൾ എല്ലാ എക്സ്പെൻസുകളുടെ എൻട്രിയും പർച്ചേസിലും ചെയ്യാം, അതേപോലെ തന്നെ പേയ്മെന്റിലും ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് പർച്ചേസിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, പർച്ചേസ് എടുത്തു. അപ്പോൾ പർച്ചേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിക്കുക ഐറ്റം ആണ് ഇവിടെ കാണിക്കുക. പക്ഷെ നമുക്ക് ഈ ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത് ഒരു ഐറ്റം അല്ല. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ഐറ്റം എന്നുള്ളത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഐറ്റം മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കീ കാണിക്കും, ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ചേഞ്ച് മോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് മോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയാണ് വരിക. അപ്പോൾ നമുക്ക് ഐറ്റത്തിനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എടുക്കേണ്ടത് അക്കൗണ്ടിങ് ഇൻവോയ്സിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. കാരണം ബാങ്ക് ചാർജസ് പറയുന്നത് ഒരു ലെഡ്ജർ മാത്രമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അക്കൗണ്ടിങ് ഇൻവോയ്സ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, നമ്മൾ എൻ്റർ അടിച്ചു. ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് എൻ്റർ അടിക്കാം. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നെയിം ഓഫ് ഐറ്റത്തിന് മാറിയിട്ട് ഇവിടെ പർട്ടിക്കുലേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡിലാണ് നമ്മൾ ബാങ്ക് ചാർജസിൻ്റെ എൻട്രി ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എൻട്രി ചെയ്യാം. നമ്മൾ ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ പാർട്ടിയുടെ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാങ്ക് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ SIB ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കാം. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാങ്കിൻ്റെ അഡ്രസ്സ്, അതേപോലെ തന്നെ സ്റ്റേറ്റ്, അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ പർട്ടിക്കുലേഴ്സ്, ഇവിടെയാണ് ബാങ്ക് ചാർജസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബാങ്ക് ചാർജസ് ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബാങ്ക് ചാർജസ് കൊടുക്കാം. ബാങ്ക് ചാർജസ് വെച്ചു. ബാങ്ക് ചാർജസിന്റെ എമൗണ്ട് പറയുന്നത് ഒരു 200 ആണെന്ന് വിചാരിക്കുക. 200 കൊടുത്തു. ഇനി ഇതിന്റെ മുകളിലാണ് ടാക്സുകൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ CGST കൊടുക്കണം, അതേപോലെ തന്നെ SGST കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ടാക്സിന്റെ ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. CGST സെലക്ട് ചെയ്തിട്ട് എടുത്തു, അതേപോലെ തന്നെ SGST സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ SGST സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കുകയായിട്ടുണ്ടെങ്കിൽ 200 റുപ്പീസ് ആയിരുന്നു ബാങ്ക് ചാർജസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മുകളിൽ 18 രൂപയും 18 രൂപയും CGST അതേപോലെ തന്നെ SGST ചാർജ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 236 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പ്രിന്റ് ആണ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ പ്രിന്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. മുകളിൽ പ്രിന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ കറണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രിവ്യൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ബാങ്ക് ചാർജസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 200 വന്നിട്ടുണ്ട്. CGST അതേപോലെ തന്നെ SGST കൂടിയിട്ട് എമൗണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നതാണെങ്കിൽ ഇവിടെ 236 എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ വിൻഡോ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഈ ബില്ല് നമ്മൾക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ ബാങ്ക് ചാർജസിൻ്റെ എൻട്രി പർച്ചേസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ സേവ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റിന് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ പേയ്മെൻറ്റിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലാണെങ്കിൽ ഇവിടെ ബാങ്ക് ചാർജസ് കൊടുക്കാം. ബാങ്ക് ചാർജസ് ഇപ്പോൾ ബാങ്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 150 റുപ്പീസ് കൊടുത്തു. ഇനി ഇതിന്റെ മുകളിലാണ് ടാക്സുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ വീണ്ടും ഡെബിറ്റ് ആക്കിയിട്ട് കൊടുക്കണം. ഇവിടെ വീണ്ടും ഡെപ്റ്റർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ CGST സെലക്ട് ചെയ്തിട്ടെടുക്കാം. CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്കിവിടെ CGSTയുടെ എമൗണ്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ 27 റുപ്പീസ് ആണ്. അപ്പോൾ ഇതിന്റെ 18% പറയുന്നത് 27 റുപ്പീസ് ആണ് വരിക. അപ്പോൾ ഇവിടെ 27% അടിച്ചു കൊടുത്തു. അതേപോലെ തന്നെ വീണ്ടും ഇവിടെ ഡെപ്റ്റർ ആക്കിയിട്ട് മാറ്റി ഇവിടെ SGST കൊടുത്തു. SGST ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. SGST ആണെങ്കിലും ഇവിടെ 27 സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി 2 എന്നുള്ളിടത്ത് നമുക്ക് ബാങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 എന്നുള്ളിടത്ത് SIB ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ SIB ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് വന്നിരിക്കുന്നത്. 200 പ്ലസ് 27 പ്ലസ് 27 ആയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ നമുക്ക് പ്രിന്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പ്രിന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, കറണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു, അതേപോലെ തന്നെ പ്രൊവിഷ്യൂ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാത്തിൻ്റെയും എമൗണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ബാങ്ക് ചാർജസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ CGST SGST ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സേവ് ചെയ്തു. ഇപ്പം നമ്മൾ ഒരേ എൻട്രി തന്നെ പർച്ചേസിലും ചെയ്തു, അതേപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റിലും ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ GSTയുടെ നമുക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മോർ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ GST റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ GSTR2 സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ GSTR2 സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ GSTR2 സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 3 എൻട്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ
ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ എൻട്രീസും കിട്ടും. അപ്പോൾ ഒന്ന് എൻ്റർ അടിച്ച് നോക്കാം. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 എൻട്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്ക് ചാർജസിൻ്റെ എൻട്രി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഒന്ന് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ 2 എൻട്രിയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പർച്ചേസിലും ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒന്ന് പേയ്മെൻറ്റിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ട്രാൻസാക്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ITC അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. 18-ഉം അതേപോലെ തന്നെ 13.50യും ഇവിടെ ITC അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ മുകളിൽ ഗോ ടൂല് പോയി ഗോ ടൂലെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് എടുത്തു. അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് CGSTയും അതേപോലെ തന്നെ ഇവിടെ SGSTയും എമൗണ്ട് വന്നിട്ടുണ്ട്. 345 രൂപ 75 പൈസ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് മന്തിലാണെന്നുള്ളത് കിട്ടും. ഇവിടെ വെച്ചിട്ട് എടുത്തു. ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാ എൻട്രീസും ഇവിടെ വെച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ബാങ്ക് ചാർജസ് വിത്ത് GST ടാലി പ്രൈമിൽ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.